ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് സെഷൻ സോസ് ആണ്. അതിനു വേണ്ടിയിട്ട് സാധാരണ വറ്റൽമുളകും പിരിയൻ മുളകുമാണ് നമ്മളിവിടെ എടുക്കുന്നത്. സാധാരണ വറ്റൽമുളക് എത്രയാണോ എടുക്കുന്നത് അതിന്റെ പകുതി അളവ് മതി പിരിയൻ വറ്റൽമുളക്. ഇവിടെ ഞാൻ ഒരു 10-12 സാധാരണ വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഹാഫ് എമൗണ്ട് പിരിയൻ മുളക് എടുക്കാം. ഈ മുളക് നമുക്കൊരു ഹാഫ് ആൻ അവർ തൊട്ട് 1.5-2 hours വരെ വെള്ളത്തിൽ കുതിർത്ത് വെക്കാം. അതിനുശേഷം ഈ വെള്ളത്തിൽ തന്നെ തിളപ്പിച്ച് അരച്ചെടുക്കാം. ഇവിടെ നമ്മൾ പിരിയൻ മുളക് കളറിന് വേണ്ടിയിട്ടും സാധാരണ വറ്റൽ മുളക് എരിവിന് വേണ്ടിയിട്ടുമാണ് എടുക്കുന്നത്. അങ്ങനെ 5 മിനിറ്റ് നമ്മൾ ഈ മുളക് തിളപ്പിച്ചെടുത്തു. ഇനി അരച്ചെടുക്കാം. തിളപ്പിച്ചെടുത്ത മുളക് കുറച്ചേരം തണുത്തതിന് ശേഷം അരച്ചെടുക്കാം. ഈ മുളകിന്റെ തരി കൂടെ ഇട്ട് വേണം അരച്ചെടുക്കാൻ. വറ്റൽമുളക് തിളപ്പിച്ച വെള്ളം കളയരുത്, കാരണം സോസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിന്റെ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ ഈ വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. വറ്റൽമുളക് നല്ല സ്മൂത്ത് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സോസ് പ്രിപ്പയർ ചെയ്യാം. സോസ് പ്രിപ്പയർ ചെയ്യാൻ വെജിറ്റബിൾ ഓയിലാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഓയിൽ ചൂടായതിനു ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ സെസ്മി സീഡ്സ് ആഡ് ചെയ്യാം. സെസ്മി സീഡ്സ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് 5 അല്ലി വെളുത്തുള്ളി ഫൈൻ ചോപ്പ് ചെയ്തത് ആഡ് ചെയ്യാം. സെസ്മിയുടെ ഫ്ലേവർ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ സെസ്മി സീഡ്സ് ആഡ് ചെയ്തത്. അല്ലെങ്കിൽ നമുക്ക് സെസ്മി ഓയിൽ വേണമെങ്കിലും സോസ് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. ഗാർലിക് ഒന്ന് സോട്ടായതിനു ശേഷം ഒരു ചെറിയ കഷ്ണം ജിഞ്ചർ ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന ചില്ലി പേസ്റ്റ് ആഡ് ചെയ്യാം. ചില്ലി പേസ്റ്റ് നല്ലപോലെ സോട്ടായതിനു ശേഷം നേരത്തെ മുളക് തിളപ്പിച്ച് വെച്ചിരുന്ന വെള്ളം നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. സോസിന്റെ കൺസിസ്റ്റൻസി അനുസരിച്ച് വേണം വെള്ളം ആഡ് ചെയ്യാൻ. ഇതിലേക്ക് ആവശ്യത്തിന് സോൾട്ട് ആഡ് ചെയ്യാം. ചെറിയൊരു സ്വീറ്റ്നെസ്സിന് വേണ്ടി ഷുഗർ ആഡ് ചെയ്യാം. ഒരു ടീസ്പൂൺ സോയ സോസ് ആഡ് ചെയ്യാം. ഇതിലേക്ക് ഒരു സ്പൂൺ ടൊമാറ്റോ സോസ് ആഡ് ചെയ്യാം. ഇനി കുറച്ചുനേരം സോട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഓയിൽ സെപ്പറേറ്റ് ചെയ്ത് വരും. അപ്പോഴാണ് നമ്മുടെ സോസിന്റെ കറക്റ്റ് കൺസിസ്റ്റൻസി എത്തുന്നത്. എപ്പോഴും മീഡിയം ഫ്ലെയിം മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കണം. അങ്ങനെ ഓയിലൊക്കെ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. സെഷൻ സോസ് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ സാധാരണ എയർ ടൈറ്റ് ജാർസിലാണ് സ്റ്റോർ ചെയ്യാറ്. ഫ്രിഡ്ജിൽ തന്നെ നമുക്കിത് ഏതാണ്ട് ഒരു 1 month വരെ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഈ സെയിം സെഷൻ സോസ് തന്നെയാണ് നമ്മൾ സെഷൻ ചിക്കനും സെഷൻ ന്യൂഡിൽസിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നത്. വീട്ടിൽ എളുപ്പത്തിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.